ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിവുഡ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഇപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് കർണാടക സ്പെഷ്യാലിറ്റീസ്, കർണാടകയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടക, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കർണാടക എന്നത്. കന്നഡയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ക്ലാസിക്കൽ ലാംഗ്വേജാണ് കന്നഡ. അതായത് പുരാതന ലാംഗ്വേജ്, പണ്ട് തൊട്ടുള്ള ഭാഷകളിലൊന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. കന്നഡ. ബാംഗ്ലൂരാണ് തലസ്ഥാനം. അതായത് ഇന്ത്യയുടെ സിലിക്കൻ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരാണ് കർണാടകയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. കർണാടക കരുനാടു എന്നും അറിയപ്പെടുന്നു. കരുനാടു എന്ന് പറഞ്ഞാൽ കറുത്ത പരുത്തിയുടെ നാട് എന്നാണ് അർത്ഥം. കരുനാടു. കർണാടക എന്ന വാക്കിൻ്റെ അർത്ഥം ഉയർന്ന ഭൂമി എന്നാണ് കർണാടക എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 6 കോടിയിലധികം വരും. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1,91,719 ഇവിടുത്തെ ടോട്ടൽ. 1,91,719 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ 8ാം സ്ഥാനമാണ് കർണാടകയ്ക്കുള്ളത്. അതോടൊപ്പം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 6ാം സ്ഥാനമാണ് കർണാടകയ്ക്കുള്ളത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമായ ബാംഗ്ലൂർ ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരങ്ങളിൽ 4ാം സ്ഥാനത്താണ്. അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ളൊരു സംസ്ഥാനമാണ് കർണാടക. അതോടൊപ്പം ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനം, ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക എന്നത്. കേരളമായിട്ടും തമിഴ്നാടായിട്ടും ആന്ധ്രാപ്രദേശായിട്ടും തെലുങ്കാനയുമായിട്ടും എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും, ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുമായിട്ടും അതിർത്തി പങ്കിടുന്ന ഏക സംസ്ഥാനമാണ് കർണാടക എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. കർണാടകയുടെ ചരിത്രം നോക്കുമ്പോൾ പണ്ടുകാലത്ത് ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണം കർണാടകയിൽ നിന്നും ഇറക്കുമതി ചെയ്തതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പണ്ട് ഹാരപ്പ സംസ്കാരത്തിൽ. അതിനുശേഷം BC 3ാം നൂറ്റാണ്ടിൽ നന്ദാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു, നന്ദാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കർണാടക എന്നത്. പിന്നീട് അത് അശോക ചക്രവർത്തി കൈവശപ്പെടുത്തുന്നു. പിന്നീട് AD 11ാം നൂറ്റാണ്ടിൽ ചോള രാജവംശം ഇത് കൈവശപ്പെടുത്തുന്നു. പിന്നീട് 14ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. വിജയനഗര സാമ്രാജ്യമാണ് 1579 ബാംഗ്ലൂർ സ്ഥാപിച്ചത്. പിന്നീട് 1700-കളായപ്പോഴേക്കും മൈസൂർ മൈസൂർ തുടങ്ങിയ ആ പ്രദേശങ്ങളെ എല്ലാം കൂടെ ഇന്ത്യയുടെ കീഴിലേക്ക്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയായിരുന്നു 1700 കാലഘട്ടങ്ങളിൽ. പിന്നീട് 1900 ആവുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1956 കർണാടക സംസ്ഥാനം രൂപീകരിക്കുന്നത്. 1956 നവംബർ 1 അതായത് കേരളവും ആ ഡേറ്റിൽ തന്നെയാണ് രൂപീകരിച്ചത്, തമിഴ്നാടും ആ ഡേറ്റിൽ തന്നെയാണ് രൂപീകരിച്ചത്. അപ്പോൾ അത് മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ 1956 കർണാടക സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ കർണാടകയുടെ പേര് മൈസൂർ എന്നായിരുന്നു, മൈസൂർ സംസ്ഥാനം. പിന്നീട് 1966 ബോംബെയുടെയും ഹൈദരാബാദിൻ്റെയും പിന്നെ അതോടൊപ്പം മദ്രാസിൻ്റെയും ചില പ്രദേശങ്ങളിൽ കന്നഡയും കുടക് സംസാരിക്കുന്ന ചില പ്രദേശങ്ങളും കൂടെ മൈസൂരിലേക്ക് കൂട്ടിച്ചേർക്കുന്നു, മൈസൂർ സംസ്ഥാനത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നു 1966. പിന്നീട് 1973 കർണാടക എന്ന പേര് മാറ്റുന്നത്. മൈസൂർ എന്ന പേര് മാറ്റി കർണാടക സ്റ്റേറ്റിന് കർണാടക എന്ന പേര് പുനർനാമകരണം ചെയ്യുന്നത് 1973 നവംബർ 1 കർണാടക ഇന്ത്യയിലെ അനുദിനം വളരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കർണാടക എന്ന്. അതിന് കാരണമെന്ന് പറയുന്നത് ബാംഗ്ലൂർ കർണാടകയുടെ തലസ്ഥാനമായതുകൊണ്ടാണ് അനുദിനം വളരുന്ന ഒരു സിറ്റി കർണാടക എന്നത്. കരുനാടു എന്നും ഇത് അറിയപ്പെടുന്നു. കർണാടക ഉയർന്ന ഭൂമി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.